കുട്ടികളിലെ ഡെന്റൽ ആങ്സൈറ്റി എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ ആദ്യമായിട്ട് കുട്ടികളെ കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് നിങ്ങൾ ഒരിക്കലും ഇഞ്ചക്ഷൻ ചെയ്യില്ല അല്ലെങ്കിൽ കുത്തിവെക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു കുട്ടികളെയും ഒരു ദന്താശുപത്രി അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിലേക്കും കൊണ്ടുപോകരുത്. ഇപ്പൊ പല്ല് കാണിക്കാനാണെങ്കിൽ ജസ്റ്റ് അവരോട് പറയാം, നിന്റെ പല്ലൊന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ നിന്റെ ഒന്ന് ഡോക്ടറെ ഒന്ന് കാണിച്ചു കൊടുക്കാം, എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ, അല്ലെങ്കിൽ നിന്റെ വേദനയ്ക്ക് എന്താ കാരണം എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ അത് ചെയ്യില്ല ഇത് ചെയ്യില്ല, അല്ലെങ്കിൽ ഡോക്ടർ മെഷീൻ യൂസ് ചെയ്യില്ല, വായി തൊടൂല, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്ന പിള്ളേര് നമ്മുടെ ക്ലിനിക്കുകളിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിന് ഓപ്പോസിറ്റായിട്ട് ഇപ്പോൾ ഞാൻ ഒന്ന് ഇഞ്ചക്ഷൻ എടുക്കേണ്ട ഒരു കേസ് വരുമ്പോഴത്തേക്കും അവർ അപ്പോൾ തന്നെ ഓപ്പോസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ബലം പിടിക്കേണ്ട ഒരാവശ്യം വരും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന അനുസരിച്ചാണ് അവരുടെ പേടി വരുത്തുന്നതും അവരുടെ പേടി കൂട്ടുന്നതും പേടി ഇല്ലാതാക്കുന്നതും. നിങ്ങൾ ഏറ്റവും കൂളായിട്ട് ഏറ്റവും സന്തോഷമായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒരു കാഷ്വൽ വിസിറ്റ് പോലെ നമുക്ക് ക്ലിനിക്കിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നവരെ ഞങ്ങൾക്കും ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും കൂടുതൽ കമ്പൽ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോഴ്സ് ചെയ്തുകൊണ്ടോ ഒരിക്കലും ഒരു ദന്ത ക്ലിനിക്കിലേക്കോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിലേക്കും നിങ്ങൾ കുട്ടികളെ കൊണ്ടുപോകാതിരിക്കുക. താങ്ക് യു.